ഇതെൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ മോർണിംഗ് ഇൻ കാനഡയാണ്. ആക്ച്വലി ഞാൻ ഇപ്പോൾ ഒട്ടാവയിലാണ്. ഞാൻ യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എവറി വീക്കെൻഡ് ഒട്ടാവോ ടു ടൊറൻറ്റോ ട്രാവൽ ചെയ്യണമായിരുന്നു. അതൊരു 6 to 8 hours യാത്രയാണ്. അത് വാരി ചെയ്യും ലൈക്ക് അപ്പോഴത്തെ വെതർ കണ്ടീഷൻസും ട്രാഫിക്കും ബിസി ടൈമിങ്ങിനൊക്കെ അനുസരിച്ചിട്ട് മോർ ദാൻ 8 hours വരെ എനിക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ശരിക്കും എനിക്ക് വട്ടാണെന്ന്, ഇത്രയും ദൂരം പോയി പഠിക്കാൻ. പക്ഷേ എൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് വട്ടായിട്ടല്ല. ഇത് ആക്ച്വലി എനിക്ക് അവിടെ ജോലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, ആ ഇൻടേക്കിൽ വന്നിട്ടുള്ള എല്ലാവർക്കും GTA ഏരിയയിൽ ജോബ് ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിരുന്നു. സോ ആദ്യത്തെ 1 year ഞാൻ അവിടെ തന്നെ നിന്നിട്ടാണ് പഠിച്ചത്. പിന്നെ 3rd semester ഓൺവേർഡ്സ് എനിക്ക് ഫീസ് ഇവിടെ നിന്ന് ജനറേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് ജോലി ചെറിയ വേജസിന് മാത്രം അവിടെ പണിയെടുത്ത് പോകുന്നതുകൊണ്ട് അത് ബുദ്ധിമുട്ടാവുമെന്ന് മനസ്സിലായപ്പോൾ ഡ്യൂറിങ് ദ വെക്കേഷൻ ഞാൻ വേറെ സിറ്റീസിൽ ജോലി നോക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഒട്ടാവയിൽ ജോലി സെറ്റായപ്പോഴാണ് ഞാൻ ഒട്ടാവയിലേക്ക് മാറുന്നത്. പക്ഷേ 3rd സെമസ്റ്ററിൽ എനിക്ക് വളരെ ഡിഫിക്കൽട്ടായിരുന്നു. എവറി വീക്കെൻഡ് അവിടെ 3 മണിക്കൂർ ട്രാവൽ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് വരിക. അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്നിട്ട് വർക്കും ഉണ്ടാവും. സോ എനിക്ക് അതിനെപ്പറ്റി ഇപ്പോൾ ആലോചിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ആ ഒരു സമയത്തുള്ള ഒരു കുട്ടി വീഡിയോ ആണിത്. അന്ന് ഞാൻ അവിടെ ഒരു അമ്പലമുണ്ട്, ഗുരുവായൂർ അമ്പലം. April 14th വിഷുവിന് ഞാൻ അമ്പലത്തിൽ പോയതും കുട്ടി ഒരു സെൽഫ് അമ്പലം ടീച്ചിങ് ആയിരുന്നു. അതിൻ്റെ വീഡിയോ ആണത്. സോ ഐ തോട്ട് ഇതൊരു മെല്ലെ മെമ്മറിയായിട്ട് ഇവിടെ ഷെയർ ചെയ്യാം. ഞാൻ 2024 സെപ്റ്റംബറിലാണ് ഒട്ടാവയിലേക്ക് മൂവ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ആ വരുന്ന സമയത്ത് തന്നെ ഞാൻ ഓൾറെഡി 2 ഡാൻസ് പെർഫോമൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊരു കോൺട്രാക്ട് ബേസിലുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ എനിക്ക് നമ്മളവരുടെ ആബ്സെൻസ് പറ്റില്ല. നമ്മൾ കമ്പൽസറി ആയിട്ട് പ്രാക്ടീസ് സെഷൻസിന് പങ്കെടുക്കണമായിരുന്നു. സോ ഓൺലൈനായിട്ടുള്ള പ്രാക്ടീസൊന്നും അതിന് പറ്റാത്തതുകൊണ്ട് ഞാൻ എല്ലാ വീക്കെൻഡ്സും ഇതുപോലെ ആ സമയത്ത് ഫുൾ ടൈം ജോലി ചെയ്യായിരുന്നു, ബിക്കോസ് വെക്കേഷൻ ആയതുകൊണ്ട്. സോ മൺഡേ ടു ഫ്രൈഡേ ത്രൂ ഔട്ട് വർക്കായിട്ട് പോലും സാറ്റർഡേ 8 മണിക്കൂർ അങ്ങോട്ട് ട്രാവലും, അതിലും കൂടുതൽ ട്രാവൽ ചെയ്തിട്ട് മേ ബി മൺഡേ ഓ സൺഡേ ഇങ്ങോട്ട് തിരിച്ച് ട്രാവലും ചെയ്യുമായിരുന്നു. സോ അത് കഴിഞ്ഞ് പെർഫോമൻസ് ഒക്ടോബറിൽ കഴിഞ്ഞ ശേഷം ആണ് ഞാൻ ഇവിടെ 3 months കംപ്ലീറ്റ്ലി വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കാൻ പറ്റി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ജനുവരിയിൽ ക്ലാസ് തുടങ്ങിയപ്പോഴും ഇതുപോലെ തന്നെ ട്രാവൽ ചെയ്യണമായിരുന്നു. സോ ഇപ്പം ആൻഡ് ഫോർച്ചുനേറ്റ്ലി ദൈവം എൻ്റെ ആ സമയത്ത് സ്ട്രഗിൾസ് കണ്ടതുകൊണ്ടായിരിക്കും എനിക്ക് 4th semester ഞാൻ ഓൺലൈനിലെല്ലാം എനിക്ക് സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റി എൻ്റെ ക്ലാസ്സസ്. സോ എനിക്ക് എല്ലാ ക്ലാസ്സസും വീട്ടിലിരുന്ന് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ആൻഡ് ഈവൻ എക്സാംസിന് പോലും ഞാൻ പോകേണ്ടി വരുമോ എന്നുള്ളത് പോയി എനിക്ക് പോകുന്ന ഒരു പേടി സ്വപ്നമായി മാറി തുടങ്ങി. ബിക്കോസ് രാത്രിയിലൊക്കെ എക്സാമിൻ്റെ തലേന്നൊക്കെ റൈഡ് സെറ്റ് ആവാനായിട്ട് ട്രാവൽ ചെയ്യേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. സോ പിന്നെ എനിക്കത് ആലോചിക്കുമ്പോൾ പേടിയെ തുടങ്ങി. പ്രാക്ടിക്കലി നടക്കുമ്പോൾ ചിലപ്പം നമ്മൾ ആ ഒരു സർവൈവൽ മോഡിൽ ഇങ്ങനെ പോകും. സോ അതുകൊണ്ട് 4th semester എനിക്ക് കംപ്ലീറ്റ്ലി വീട്ടിലിരുന്ന് ആൻഡ് എക്സാംസ് പോലും വീട്ടിലിരുന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റി. പക്ഷേ എൻ്റെ 3rd semester ഇപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ, ഞാൻ ആ സമയത്ത് വിചാരിക്കുന്നത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഐ ബി സോ പ്രൗഡ് അബൌട്ട് മൈ സെൽഫ്. പക്ഷേ അതിനെ പറ്റി ഇപ്പോൾ ആലോചിക്കാൻ വേണ്ടി സമയം ഉണ്ടാവാറില്ല. പക്ഷേ ഇന്ന് ഓർമ്മ വന്നപ്പം ഐ തോട്ട് ഇതൊരു മെമ്മറിക്ക് വേണ്ടി ഒരു ഇതാണ്.